ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ അതിൻ്റെ ഭരണ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ തടയാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്ന ഈ ഘട്ടത്തിലും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമമാണ് ബഡ്ജറ്റിലൂടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ധനകാര്യം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വകുപ്പും ആദ്യമായി പുതുക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുചർച്ചയുടെ ഭാഗമായി മറുപടി പറഞ്ഞപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി 10-17 വർഷമായി പൂർത്തീകരിക്കപ്പെടാതിരുന്ന ഒരു പദ്ധതി, അതുപോലെ തന്നെ ആ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അപ്രോച്ച് റോഡ് ഇതെല്ലാം തകർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പണം ഇത്രയേറെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിലും അതിനാവശ്യമായ തുക അത് മാറ്റിവെച്ച് ആ റോഡിൻ്റെയും ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെയും ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെയും നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയോടും സർക്കാരിനോടും നന്ദി അറിയിക്കുകയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാം, കോർപ്പറേറ്റുകൾക്ക് ഒരു വലിയ തോതിലുള്ള നികുതി ഇളവ് നൽകുക, അവർക്ക് നികുതി ചുമത്താതിരിക്കുക, 1% വരുന്ന ധനികർക്ക് വേണ്ടി അവരുടെ ആദായ നികുതിയിൽ ഇളവ് നൽകുക, മറിച്ച് 54% വരുന്ന കർഷകരുടെ അവരുടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സഹായം, സബ്സിഡികൾ, അത് 3486 കോടി രൂപയുടെ വെട്ടിക്കുറച്ചിലാണ് കേന്ദ്ര ഗവൺമെൻറ് അവർ ബഡ്ജറ്റിലൂടെ അത് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കുള്ള ആ ഫണ്ടിൽ 25% വെട്ടിക്കുറവാണ് കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിട്ടുള്ളത്. ദേശീയ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ആശാ വർക്കേഴ്സ്, അതുപോലെ തന്നെ അംഗൻവാടി, NHM, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ തൊഴിലുറപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദേശീയ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പദ്ധതികൾക്ക് നീക്കിവെക്കേണ്ട തുക നീക്കിവെക്കുന്നില്ല, അതിൽ വെട്ടിക്കുറച്ചിലുണ്ടാവുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന് അതിന് അവർ നൽകേണ്ടതായ 60:40 എന്ന നിലയിലുള്ള ആ ആനുപാതികം അത് നൽകാത്തൊരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ടല്ലോ. ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ ഭാഗമായൊക്കെ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ആശാ വർക്കേഴ്സ് നിരന്തരമായി അവരുടെ ദയനീയമായ അവസ്ഥകൾ പല ഘട്ടങ്ങളിലും പല വേദികളും ഉന്നയിച്ച് അങ്ങനെയാണ് 100 രൂപയും 300 രൂപയും പിന്നെ അത് 1000ആയും ഇപ്പോൾ അത് കേരളത്തിലെ LDF സർക്കാർ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് 6000 രൂപ വർദ്ധിപ്പിച്ച് 7000 രൂപ അവർക്ക് ഓണററിയുമായി പ്രഖ്യാപിച്ച് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻസെൻറ്റീവ് അടക്കം ഉൾപ്പെടെ ചിലവർക്ക് 10, 11, 12, 13 ചില്ലറ വരെ ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്. ഞങ്ങൾ പറയുന്നത് ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. അവർക്ക് തൊഴിലാളികളുടേതായിട്ടുള്ളൊരു വേതന ഘടന രൂപീകരിക്കണം. അതുപോലെ തന്നെ PF, ESI പോലുള്ള ആനുകൂല്യങ്ങൾ ആശാ വർക്കേഴ്സിന് കൊടുക്കണം. ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് നടപടി സ്വീകരിക്കേണ്ടത്. അതിന് നമ്മുടെ സംസ്ഥാനം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ശക്തമായി നമുക്ക് കൂട്ടായി ആവശ്യപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ NHM പോലെയുള്ള പദ്ധതികൾ, അതിൻ്റെ തുക വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതെല്ലാം സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്തു പോകുന്നത്. അരാജക പ്രവണതയോടെയുള്ള സമരത്തിനൊന്നും നമ്മൾ ആരും എതിരല്ല. സമരങ്ങളൊക്കെ ന്യായമായ സമരങ്ങൾ, അത് അതിൻ്റെ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ടതാണ്. അരാഷ്ട്രീയമായ സമരങ്ങളോട് നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ എത്രയോ സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അരാഷ്ട്രീയമായ സമരങ്ങൾ, അതൊന്നും നിലനിന്നില്ലല്ലോ. പെമ്പിളൈ ഒരുമൈ ഒരു സമരം UDF ഗവൺമെൻറ് കാലത്തായിരുന്നു. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്താണ് ആ സമരം
ഇടുക്കിയിൽ ആരംഭിച്ചത്. അവിടെ CITO അതുപോലെ തന്നെ പൊതുരാഷ്ട്രീയ പ്രസ്ഥാനമൊന്നും അതിന് പിന്തുണയ്ക്കാൻ പോയിട്ടില്ല. ആ ഗവൺമെൻറ് UDFൻ്റെ ഗവൺമെൻറ്റാണ്, അതിനൊരു അലോസരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയില്ല. അതൊരു അരാഷ്ട്രീയ കൂട്ടമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിരവധി മാധ്യമ സുഹൃത്തുക്കൾ ഈ അരാഷ്ട്രീയവാദം ശക്തിപ്പെടുത്താൻ വേണ്ടി, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ തമ്പടിച്ച് വലിയ പ്രചരണം നടത്തി ആളുകളെ കൂട്ടാനൊക്കെ നോക്കി. അവസാനം എന്തുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പല സമരങ്ങളും കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമായും ഉയർത്തിയ സമരങ്ങൾ എന്തൊക്കെയായിരുന്നു? കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ വികസനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പല സമരങ്ങളായിരുന്നു. സ്ഥലമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയതാണ്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വയൽക്കിളികൾ എന്ന നിലയിലൊക്കെ അതിലാരൊക്കെ പങ്കെടുത്തത്? ആരൊക്കെ പങ്കെടുത്തെന്ന് ആലോചിക്കണം. BJP, കോൺഗ്രസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ രാഷ്ട്രീയ സംഘങ്ങളെല്ലാം ചേർത്തിട്ടാണ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടി അവർ പരിശ്രമിച്ചത്. പക്ഷെ അതിൽ കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം തിരിച്ചറിഞ്ഞു. അതാണ് പിന്നീട് സംഭവിച്ചത്. ആ സമരങ്ങൾ എവിടെ എത്തി? അത് ന്യായമായ രീതിയിൽ അവിടുത്തെ ആ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടുന്നവരെല്ലാം വിളിച്ചു ചേർത്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് ന്യായമായ രീതിയിൽ നഷ്ടപരിഹാരം നൽകി ആ പ്രശ്നം പരിഹരിച്ചു. എല്ലായിടങ്ങളിലും ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരകേന്ദ്രത്തിൽ ആരൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ഇന്നലെ അങ്ങോട്ട് സുരേഷ് ഗോപി വരുന്നത് കേട്ടു അല്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വരി സമരത്തിലുണ്ടോ? 100 കോടി രൂപ ഇവിടെ നമുക്ക് നൽകാൻ കെടുക്കുക. ആശാ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കണ ഇനത്തിൽ 100 കോടി രൂപ കൊടുക്കാനുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരായിട്ട് നിങ്ങൾ ആ പണം കൊടുക്കുമെന്ന് പറയണ്ടേ? കോൺഗ്രസ് പറയണ്ടേ? അവിടെ പോണ നേതാക്കന്മാർ പറയണ്ടേ? അതാണ് രാഷ്ട്രീയ പ്രേരിതമായ സമരമെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളെ രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സമൂഹമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഞാൻ വീണ്ടും ഈ ധനവിനിയോഗ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഞാനൊരു സംസാരം നിർത്തുന്നു.